പ്രൈസ് ദ ലോർഡ്. നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമം ഇന്ന് പകലിലും മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഏറ്റവും വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി നന്ദി. ഇന്ന് പകൽക്കാലവും അവിടുത്തെ തിരുവെഴുത്തുകളെ വായിച്ച് ഞങ്ങൾ തിരുസന്നിധിയോട് അടുത്തു വരുന്നു. അവിടുത്തെ കൃപയാൽ അന്ത്യത്തോളം വിശ്വസ്തയോടെ നിലകൊള്ളുവാൻ നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നിത്യരാജ്യത്തെ അവകാശമാക്കി തീർക്കുവോളം അവിടുത്തെ തങ്ക തിരുച്ചിറകിൻ മറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും മറച്ചുകൊള്ളുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദി പിതാവേ. സകലതും നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചോദിക്കുന്നു പിതാവേ. ദയമൂലം കേട്ട് ഉത്തരമരുളുമാറാകണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നാം കഴിഞ്ഞ പകൽക്കാലം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 1 മുതൽ 28 വരെയുള്ള തിരുവെഴുത്തുകളെ വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. ഇന്ന് പകൽക്കാലം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 29 മുതൽ 51 വരെയുള്ള തിരുവെഴുത്തുകളെ വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു. അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുൻപനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും അവൻ ഇസ്രായേലിന് വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അത് അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ? അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നുപോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബ്ബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 മണിനേരം ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടവനോട്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോൻ ആകുന്നു. നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവൻ ആയിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനയേൽ അവനോട്, നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ്, നിന്നെ വിളിക്കും മുൻപേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്നുത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്നും അവനോട് പറഞ്ഞു.
ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളുടെ ഏറ്റവും വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഇന്ന് പകൽക്കാലം ഈ തിരുവെഴുത്തുകളെ ശ്രവിച്ച എല്ലാ സഹോദരങ്ങളെയും ഒരിക്കൽ കൂടെ അപ്പന്റെ കരങ്ങളിൽ താഴ്ത്തിത്തരുന്നു. അവിടുത്തെ കൃപയാൽ ഓരോ ദിവസവും നിന്റെ മക്കളെ ബലത്തോടെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിന്മേൽ വഹിച്ചുകൊള്ളുമെന്ന വാഗ്ദത്ത വചനം നിന്റെ മക്കളുടെ മേൽ അയച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ തങ്ക തിരിച്ചുറങ്ങിൻ മറവിൽ ആയുസിന്റെ അന്ത്യത്തോളം നിന്റെ മക്കളെ ഓരോരുത്തരെയും സൂക്ഷിച്ചു വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദി പിതാവേ. സകല ഭൂലോകരുടെയും അധോലോകരുടെയും സ്വർലോകരുടെയും മുഴങ്കാലുകളൊക്കെയും അടങ്ങുന്ന നസ്രയനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചോദിക്കുന്നു പിതാവേ. ദയമൂലം കേട്ട് ഉത്തരമരുളുമാറാകണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. Thank you, Lord Jesus Christ of Nazareth. God bless you all.